ഹായ് ഗൈസ്, ഞാൻ അന്വേഷണ നിങ്ങളുടെ ഇന്ത്യ ടെക്കിൽ നിന്നും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോണുകൾ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. നമ്മൾ ആദ്യത്തെ കാര്യം മെയിൻ ശ്രദ്ധിക്കേണ്ടത് റാമാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ റാം നമ്മൾ കൂടുതൽ ആപ്പുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരു മിനിമം 3 GB റാം വേണം. ഇപ്പോൾ നോർമൽ യൂസറിനൊക്കെ ആണെങ്കിൽ 3 GB റാം ധാരാളമാണ്. അത് നമുക്ക് സുഖമായിട്ട് ഇഷ്ടംപോലെ ഒരു സാധാ ഉപയോഗിക്കുന്ന ആൾക്കുള്ള രീതിയിലുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ ഗെയിമർ. അവർക്കൊക്കെ എന്ന് പറയുന്നത് അതായത് സാധാരണ നോർമൽ പബ്ജി, കാൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ ഇതെല്ലാം കളിക്കുന്നവർക്കാണ് ഈ 4, 6. അവർക്ക് 8ഉം 12ഉം എടുക്കാം. പക്ഷേ അത് അടുത്ത സെഗ്മെന്റ് ഞാൻ പറയാം, അതിൽ പറയാം. അപ്പോൾ ഈ 4ഉം 6ഉം ഇത് രണ്ടുമാണ് മിഡിൽ ലെവൽ പ്ലെയറുകൾക്കും പിന്നെ മീഡിയം ലെവൽ ഓഫീസിൽ യൂസ് ചെയ്യുന്നവർക്കും പിന്നെ ഗെയിം കളിക്കുന്നവർക്കുമായിട്ടൊക്കെ ഉള്ള ഫോൺ റാമാണ് 4ഉം 6ഉം. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗെയിമേഴ്സ് ഇവർക്കൊക്കെ 8, 12 GB റാം, 8 GB റാം ഇത് മസ്റ്റാണ്. കാരണം ഇല്ലെങ്കിൽ അവർ കളിക്കുമ്പോൾ ലാഗ് തോന്നാൻ 100% ചാൻസ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ സ്റ്റോറേജിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ 3 GB റാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ 32 GB സ്റ്റോറേജും പിന്നെ എന്ന് പറയുമ്പോൾ 3 GB റാമിൽ 32 മാത്രമാണ് വരുന്നത്. പിന്നെ ചില അപൂർവ ഫോണുകളിൽ 64 16 വരുന്നതും ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 4 GB റാം. 4 GB റാമിൽ ഒരു 64 GB അല്ലെങ്കിൽ 128 GB. 6 GB 128 കൊണ്ട് 64 ഉണ്ട്. പക്ഷെ 64 ചൂസബിൾ അല്ല. കാരണം അതിന്റെ പ്രൈസ് സെഗ്മെന്റ് അനുസരിച്ചൊക്കെ നോക്കുമ്പോൾ 6 GB 64 എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 128 GB തന്നെ വേണം. ഇല്ലെങ്കിൽ 256 ആവാം. 256 അങ്ങനെ അപൂർവം ചിലതിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു ഫോണിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഞാൻ എൻ്റെ അഭിപ്രായം വെച്ച് ഞാൻ ഇതുവരെയായിട്ട് ബ്രൗസ് ചെയ്ത് എല്ലാം ചെയ്ത് നോക്കിയതിൽ വെച്ച് എൻ്റെ അഭിപ്രായം വെച്ച് പറയുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത ഇതിലോട്ടോ. പിന്നെ 8 GB വേരിയന്റ് വരുമ്പോൾ അതിൽ നമുക്ക് സ്റ്റോറേജ് പറയാൻ പറ്റുന്നത് 128 GB, 256 GB. അപ്പോ കൂടുതലും സ്റ്റോറേജ് ആവശ്യമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ 128 ധാരാളം. പക്ഷേ ഓഫീസ് യൂസും നല്ല ഗെയിമറും എല്ലാം ആണെങ്കിൽ 256 GB വേണം. ഇപ്പോഴത്തെ കാലത്ത് സാധാ ലെവൽ എല്ലാവരും ഫോൺ എടുക്കുന്നത് മിനിമം തന്നെ 4 GB റാമാണ്. പിന്നെ അല്ലാതെ റഫ് യൂസിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് 3 GB ധാരാളമാണ്. പിന്നെ 2 GB ഞാൻ പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് 2 GB നമുക്ക് ഓപ്ഷണബിൾ അല്ല. 2 GB വന്നിട്ട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഹാങ് ആയി തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റില്ലെന്നല്ല, ഞാൻ അത് കളിച്ചിട്ടുമുണ്ട്, ഞാൻ അല്ലാതെ യൂസ് ചെയ്തിട്ടുമുണ്ട്. നല്ല സ്പെസിഫിക്കേഷനും എല്ലാം കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ റാം അത് മസ്റ്റാണ് ഫോൺ. പിന്നെ സ്റ്റോറേജ്. പിന്നെ അടുത്ത് പറയുന്നത് നമുക്ക് പറയാം ബാറ്ററി. എല്ലാവരും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കുറച്ച് നമ്മളെക്കാളും ഇപ്പോഴത്തെ തലമുറയെക്കാളും പഴയ തലമുറകൾ വിചാരിക്കുന്നത് ഈ ബാറ്ററി കൂടുമ്പോൾ അതിന് കൂടുതൽ സ്ട്രെയിനായി പൊട്ടിത്തെറിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു കണക്കിന് നോക്കുമ്പോൾ അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബാറ്ററിയുടെ MAH കൂടുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും ചാർജ് ചെയ്യുന്നത് കുറയുമ്പോഴത്തേക്ക് അത്രയും സ്ട്രെയിൻ കുറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മിനിമം ഒരു 3500 3600 MAH വേണം.
എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടേത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള ഇതൊക്കെ ബാറ്ററി എന്ന് പറയുന്നത് 3500, 600, 3600 ഒക്കെ ഉണ്ട്. പിന്നെ 3600 അപൂർവം ചിലതിലൊക്കെയാണ്. പിന്നെ 4000, പിന്നെ 4500, 4200, 4350 ഈ മില്ലി ആംപിയർ mAh കണക്കിലാണ് പറയുന്നത്. പിന്നെ 5000 mAh, അത് ഈ ഇടക്കാലത്താണ് വന്നത്. ഈ 5000 mAh അത് നല്ല വൃത്തി ക്ലിക്കായി എല്ലാം ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടെക്നോയുടെ ഒരു ഫോൺ 6000 mAh ആയിട്ട് വന്നിരിക്കുന്നത്. 6000 mAh ടെക്നോ മാത്രമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, സാംസങ് M31 ആണെന്ന് തോന്നുന്നു 6000 mAh ഒരു ബാറ്ററി കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് അവരാണ് കൊണ്ടുവന്നത്. പക്ഷെ അതങ്ങനെ അധികം എടുത്തതായിട്ട് എനിക്ക് അറിവില്ല. റാങ്കിങ് ഒക്കെ വളരെ കുറവാണ് എടുത്തതായിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും ഒരു ഫോൺ ഇറക്കിയിരിക്കുകയാണ് ടെക്നോ സ്പാർക്ക് പവർ. അത് പക്ഷെ ബെസ്റ്റ് പ്രൈസ് വേരിയന്റ് ആണ് ഫോൺ. പിന്നെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ ബാറ്ററി പോയിട്ട് അടുത്ത് ക്യാമറ. നമ്മളിപ്പോ ഈ കാണുന്നത് 64 മെഗാ പിക്സൽ, 108 മെഗാ പിക്സൽ. 108 സത്യം പറഞ്ഞാൽ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഐഫോണിന്റെ ക്യാമറയ്ക്ക് എത്രയാണ്? 12, 8, 2 മെഗാ പിക്സലിന്റെ ക്യാമറ വരെ ഉണ്ടായിരുന്നു ഐഫോണിന്. അപ്പൊ ആലോചിച്ച് നോക്ക്, അതിന്റെ ക്ലാരിറ്റി ഈ 108 മെഗാ പിക്സലിന്റെ ക്ലാരിറ്റിയിലാണ് എത്തും. അത് ചിന്തിക്കേണ്ട കാര്യം. കാരണം ഐഫോൺ 11 Pro Max ഇതിനൊക്കെ 12 മെഗാ പിക്സലാണ് വരുന്നത്. പക്ഷെ കാര്യം എന്താ? അതിൽ 12 മെഗാ പിക്സലേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 108 മെഗാ പിക്സൽ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, റെഡ്മി നോട്ട് 10. ഈ 108 മെഗാ പിക്സല് ഫോട്ടോ എടുക്കുമ്പോ തീരെ ക്ലാരിറ്റി, രണ്ടിന്റെയും ക്ലാരിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഐഫോൺ തന്നെയാണ് ബെറ്റർ. പക്ഷേ ഈ റെഡ്മി നോട്ട് 10 വരുന്നതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്നെസ് ആണ് അതിൽ കൂടി നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. ആ 108 ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മള് ആ നോട്ട് 10 എടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഐഫോൺ എടുക്കുന്നത്, കുറച്ച് പൈസ കൂടെ എടുത്തിട്ട് ഐഫോൺ എടുക്കുന്നതിൽ. പിന്നെ ഇപ്പൊ ഈ ചൈനയുടെ പ്രശ്നം കൂടി പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ ഈ ചൈനീസ് ഫോണുകളൊക്കെ ബാൻ ആവും. ഇപ്പൊ എന്റെ തന്നെ നോക്കൂ, ഞാൻ ഈ റിയൽമി ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്യാമറയുടെ വലിയ ഒരു ഇതൊന്നുമില്ല. ഐഫോണിന്റെ ക്യാമറ ഞാൻ നല്ല ക്യാമറയൊന്നും പറയുന്നില്ല, DSLR-ന്റെ അത്രയും എത്തൂല. പിന്നെ പക്ഷേ അതിന്റെ ഒപ്പം അവര് പിടിക്കാൻ നോക്കുന്നുണ്ട്, ആ റേഞ്ചിനൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ DSLR-ന്റെ ഒപ്പം ഒരു ഫോൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുത്താൽ പോയി. അതുകൊണ്ട് DSLR-നൊപ്പം ആരും അങ്ങനെ വയ്ക്കൂല. പക്ഷെ കഴിഞ്ഞാൽ DSLR കമ്പനിക്കാർക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ഫോണുകളുടെ ക്യാമറയോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാം. 64 മെഗാ പിക്സലൊക്കെ ഇപ്പൊ എന്തിനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മള് ഒരു ഫോണിൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് ഓണായി വരുന്നത് 12 മെഗാ പിക്സലാണ്. 12 മെഗാ പിക്സലാണ് ഇപ്പൊ ആ ഫോൺ. ഇപ്പൊ ഒരു ഫോണിൽ ഉദാഹരണം ഈ റെഡ്മി നോട്ട് 10, റെഡ്മി നോട്ട് 10 പോയിട്ട് നോട്ട് 7 Pro 48 മെഗാ പിക്സൽ. അവരാണ് 48 മെഗാ പിക്സൽ കൊണ്ടുവന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആദ്യമായിട്ട്. പക്ഷെ എന്തിനാണ്? ആ ക്യാമറ ഓണാക്കുമ്പോൾ ഫസ്റ്റ് ഓണായി വരുന്നത് 12 മെഗാ പിക്സൽ മാത്രമാണ്. പിന്നെ അത് സെപ്പറേറ്റ് ഓപ്ഷൻ ഓണാക്കി, അതായത് 48 മെഗാ പിക്സലിന്റെ ഓപ്ഷൻ ഓണാക്കി വരുമ്പോഴാണ് 48ന്റെ ഇത് വരുന്നത്. പക്ഷെ രണ്ടിന്റെ വ്യത്യാസം ശകലം ഷാർപ്പ്നെസ് കൂടുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയില് നമുക്ക് 12 മെഗാ പിക്സൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില കമ്പനിക്കാർ ഇറക്കുന്നത്, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് നല്ല അതായത് നമ്പർ 1 ബ്രാൻഡായി നിന്ന ഒരു ഫോണായിരുന്നു കാർബൺ, മൈക്രോമാക്സ്. ഇവരുടെയൊക്കെ ക്യാമറ എന്ന് പറയുന്നത്
നല്ല മോശം, സത്യം പറയാം, നല്ല മോശം. ഞാൻ ഒരു കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാമറ നല്ല മോശം. പക്ഷെ നല്ല മോശം എന്ന് ഉദ്ദേശിച്ചത് ഉപയോഗിക്കാൻ കൊള്ളുകയെന്നല്ല, ക്യാമറ ഒക്കെ ഏകദേശം കൊള്ളാം. പക്ഷെ ഒരു കറുപ്പ് കൂടുതലാണ്. അത് അതിന്റെ ക്യാമറ മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള അതിന്റെ ഒരു ഇതാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കമ്പനികൾ ബാക്കൗട്ട് ആയത്. അപ്പൊ ഈ കമ്പനികൾ ഒരു സമയത്ത് നിലനിന്നിരുന്ന സമയത്താണ് ഈ ചൈനീസ് ബ്രാൻഡുകൾ ഇറങ്ങിയിരുന്നത്. വിവോ, ഓപ്പോ, റിയൽമി, റെഡ്മി എല്ലാം ഇറങ്ങിയിരുന്നത്. പക്ഷേ നമ്മൾ ഈ സമയത്ത് ചൈനീസ് ബ്രാൻഡ് കൂടുതൽ ഒഴിവാക്കണം. കാരണം നമ്മളുടെ പൈസ തന്നെ അവര് വാങ്ങിച്ച് നമുക്കെതിരെ തിരിയുന്നെങ്കിൽ അത് വച്ചുകൊണ്ടിരിക്കണം. അത് റിയാക്ട് ചെയ്യണ്ടേ. പിന്നെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത്, ഫോണുകൾക്ക് ഈ ചാർജർ വരുന്നുണ്ട്. 10 വാട്ട്സ്, 15 വാട്ട്സ്, 18 വാട്ട്സ്. ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്ക് ഒരു 10 വാട്ട്സ് ഇപ്പോഴത്തെ കാലത്ത് മിനിമം നീഡ് ആണ്. 10 വാട്ട്സ് തന്നെ മിനിമം ആണ്. ഇപ്പൊ ഈ 5000 mAh ബാറ്ററിക്കൊക്കെ 10 വാട്ട്സ് തന്നെ ഒരു 2-2.5 മണിക്കൂറൊക്കെ കയറാൻ ശകലം പാടാണ്. 15 വാട്ട്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ മൈക്രോ USB കൂടി ആകുമ്പോൾ പറയേണ്ട കാര്യമില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും. ടൈപ്പ് സി ഉപയോഗിക്കാം. കാരണം അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വേറെ വ്യത്യാസമാണ്. വാട്ട്സ് പറഞ്ഞതിനനുസരിച്ച് വ്യത്യാസമാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എത്ര 60 വാട്ട്സ് 60 വാട്ട്സ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരുന്ന. 60 വാട്ട്സ് ആണ്, 60-65 വരെ ഉണ്ട്. പിന്നെ ചാർജറുകളിൽ എനിക്ക് എത്രയാണ് പറയാനുള്ളത്. പിന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാത്ത കാര്യം റേഡിയേഷൻ. ഇതാരും ശ്രദ്ധിക്കാറില്ല സത്യമാണ്. റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോ ഒരു ഇപ്പം കയറി ഫോണൊക്കെ അതിൽ കയറുന്നതിന് നമ്മളൊന്നുമില്ല. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലായാലും നമ്മൾ നിങ്ങളെ ബുക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിന്റെ SAR വാല്യൂ എന്ന് പറഞ്ഞ് ഒരു വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 1.183 അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിൽ ഓൺ ഹെഡ് കൊണ്ട് അല്ലാത്ത ഉണ്ട്. ഓൺ ഹെഡ് ആകുമ്പോൾ അതിൽ കൂടും. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ ഈ പോക്കറ്റില് ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് റേഡിയേഷന്റെ പ്രശ്നം കൂടി വന്ന് ഹാർട്ടിന് കംപ്ലൈന്റ് വരാം. അപ്പോ നമ്മൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെയാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. മിനിമം SAR വാല്യൂ 1.163 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ ഫോണുകൾക്ക് ഓരോ രീതിയിലുള്ള SAR വാല്യൂ ഉണ്ട്. പിന്നെ ഏറ്റവും റേഡിയേഷൻ കുറഞ്ഞ ഫോണുകളെന്ന് പറയുന്നത് സാംസങ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. സാംസങ്ങിനൊക്കെ റേഡിയേഷൻ കുറവാണ്. സാംസങ് ഒക്കെ ഇക്കാലത്ത് എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. കാരണം അത് സൗത്ത് കൊറിയൻ കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമ്മൾക്ക് ബഡ്ജറ്റ് റേഞ്ച് ഉള്ളത് ഞാൻ പറയുന്നതാണ്. പിന്നെന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ അത് ഫോണിന്റെ ഒരു പാർട്ട് തന്നെയാണ്. മെയിൻ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോസസർ ഇപ്പം കുറച്ച് നാളുകൾ ആയിട്ട് ഇപ്പോഴത്തെ തലമുറയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പ്രോസസർ. ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, പബ്ജി, കാൾ ഓഫ് ഡ്യൂട്ടി എല്ലാം. ഞാൻ പബ്ജി കളിക്കുന്ന ഒരാളാണ്. പബ്ജി, കാൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ ഇതൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മിഡിൽ ലെവൽ പ്രോസസർ വേണം. അതായത് ഇപ്പോ സ്നാപ്ഡ്രാഗണിന്റെ ഉണ്ട്, സാംസങ് എക്സിനോസിന്റെ ഉണ്ട്, പിന്നെ മീഡിയാടെക്കിന്റെ ഒരു നല്ലൊരു പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ കൊള്ളാം. സാംസങ്ങിന്റെ എനിക്ക് അത്ര എടുത്ത് പറയാൻ പറ്റൂല, എന്നാലും കൊള്ളൂലെന്നല്ല. പിന്നെന്ന് പറയുന്നത് പ്രൊസസ്സറുകളിൽ ഇത്രയാണ് വരുന്നത്. പിന്നെ ഐഫോണിന്റെ കാര്യം ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഐഫോൺ ബഡ്ജറ്റ് റേഞ്ചിനുള്ള വരുന്നതല്ല. അത് സ്റ്റാർട്ടിങ് തന്നെ നല്ല റേഞ്ച് വരുന്ന പ്രോഡക്റ്റാണ്. പിന്നെന്ന് പറയുന്നത് പ്രൊസസ്സറുകളിൽ ഇത്രയാണുള്ളത്. ഇപ്പൊ നമ്മളൊരു നോർമൽ ലെവൽ ഉപയോഗം ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ
ഒരു 450 സ്നാപ്ഡ്രാഗൺ 450 എന്ന് പറഞ്ഞ പ്രൊസസ്സറുണ്ട്. അതൊക്കെ ധാരാളം നല്ല ഒന്നല്ല. മീഡിയം ലെവൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 660 വരെയൊക്കെ ഉണ്ട്. പിന്നെ മീഡിയ ടെക്കിലാണെങ്കിൽ മീഡിയ ടെക് ഹീലിയോ P22 അല്ല A22, പിന്നെ P70 ഉണ്ട്. ഇതൊക്കെ നോർമൽ ലെവൽ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് മീഡിയം ലെവൽ പ്ലെയേഴ്സ്, പിന്നെ അല്ലാതെ ഓഫീസ് യൂസും ചെയ്യുന്നവർക്കായിട്ടുള്ളതാണ്. ഇവർക്കൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് സ്നാപ്ഡ്രാഗൺ 665 അത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 660 അതൊക്കെ ഒരു നോർമൽ ലെവൽ ഗ്രാഫിക്സിലൊക്കെ ഇട്ട് കളിക്കാം. ഒരു പബ്ജി ഒക്കെ ആണെങ്കിൽ മീഡിയം വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ മീഡിയം ഹൈ വരെ മൂവിയിലൊക്കെ ആയിരിക്കും സാധാരണ രീതിയിലൊക്കെ ഉപയോഗിക്കാനൊക്കെ കൊള്ളാന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് മീഡിയ ടെക്കിൽ ഞാൻ പറഞ്ഞ പിന്നെ അതൊക്കെ P70 അങ്ങനെ അഡ്വൈസബിൾ അല്ല, എന്നാലും ഉപയോഗിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ സാംസങ് എക്സിനോസ് 7802, അത് എല്ലാം ഒരു മീഡിയം ലെവലിലുള്ള പ്രൊസസ്സറാണ് ആ സാംസങ്ങിന്റെ എന്ന് വരുന്നത്. സാംസങ്ങിന് അങ്ങനെ ഗെയിമിംഗ് ആയിട്ട് പറയാനുള്ളതല്ല, ഒരു മിഡിൽ ലെവൽ ഓഫീസ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നവർക്ക്, പിന്നെ നോർമൽ യൂസേഴ്സ്. ഗെയിമിങ്ങിനായിട്ട് പറയാനുള്ള ഫോണല്ല സാംസങ്ങിന്റെ. പിന്നെ എന്ന് പറയുന്നത് ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമാണ് മീഡിയ ടെക് ഹീലിയോ G70, G90T, G90 മീഡിയ ടെക്കിന്റെ പ്രൊസസ്സറാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 865 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. 865 പ്ലസ് 5G സിം കൂടി കണക്ട് ആവുന്ന ഒരു പ്രൊസസ്സറാണ്. പിന്നെ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 855 പ്ലസ്. പിന്നെ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൽ അങ്ങനെ ഹൈ ലെവൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ ഇല്ല. ഞാൻ കൂടുതൽ അങ്ങനെ പ്രൊസസ്സർ കൂടുതൽ വരുന്നത് നമ്മളെ പ്രൈസ് സെഗ്മെന്റിൽ കൂടുതലാണ്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം ഫോൺ വാങ്ങാൻ പോകുമ്പോൾ. പിന്നെ എന്ന് പറയുന്നത് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മളുടെ പ്രൈസ് സെഗ്മെന്റുകൾ. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് ഒരു സെഗ്മെന്റ് പറയുന്നുള്ളൂ, 10,000 റേഞ്ച് അതിനകത്ത് വരുന്ന കുറച്ച് ഫോണുകളാണ്. 10,000 റേഞ്ചിൽ വരുന്ന ഫോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ചൈനീസ് പ്രോഡക്റ്റുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ചൈനീസ് പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് പറയുന്നത് മോട്ടോറോള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് പറയുന്നത്, അതായത് അധികം ക്ലിക്കായൊന്നുമില്ല, എല്ലാവരുടെ അടുത്തൊന്നുമില്ല. ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് പറയുന്നത് മോട്ടോറോളയാണ്. മോട്ടോറോള എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ എല്ലാവരും വിവോ ഓപ്പോ എന്നൊക്കെ കേട്ട് ഇപ്പൊ ഈ മോട്ടോറോള അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ മോട്ടോറോള അതിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി സർവീസ് ഒക്കെ കൂടുതൽ ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റാനുള്ള രീതിയിൽ പുതിയ ഫോണുകളൊക്കെ ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10,000 രൂപ സെഗ്മെന്റില് അവര് ആദ്യമായിട്ട് ഇറക്കിയൊരു നല്ലൊരു ഫോൺ എന്ന് പറയുന്നത് മോട്ടോ G8 പവർ ലൈറ്റ്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 9 രൂപ റേഞ്ചാണ് അവർ പറയുന്നത്. 9 രൂപ റേഞ്ചാണ്. പിന്നെ എന്ന് പറയുമ്പോ ആ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്യാമറ ഒക്കെ കൊള്ളാം,
പ്രോസസ്സറൊക്കെ നല്ല പ്രോസസ്സറാണ്. ഈ മോട്ടോ എന്ന് പറയുന്നത് അറിയാലോ, നമ്മളെ ഈ ചൈനീസ് ബ്രാൻഡായിട്ട് അങ്ങനെ തീരെ ലിങ്ക് വരുന്നൊന്നും ഇല്ല എന്ന് പറയാൻ ഒരു ഫോണിനും നമ്മളിപ്പോ ചൈനീസ് ബ്രാൻഡായിട്ട് ലിങ്ക് വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രോസസ്സർ, ഈ ഫോണുകളുടെ പ്രോസസ്സർ എന്ന് പറയുന്നത് മിക്ക ഫോണുകളുടെയും ചൈനയിൽ നിന്ന് തന്നെയാണ് ഉത്പാദനം. സാംസങ് എക്സിനോസിന്റെ പ്രോസസ്സർ മാത്രമാണ് കൊറിയൻ ബേസ്ഡ് സാംസങ് എക്സിനോസിന്റെ മാത്രമാണ്. പക്ഷെ സാംസങ്ങിലും ചൈനീസ് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോ പ്രോസസ്സറില് മിക്ക കാര്യങ്ങളും ചൈനീസ് വരുന്നത്. പ്രോസസ്സർ ആയാലും ഫോണിൻ്റെ അകത്തുള്ള ഇപ്പം നമ്മൾ ഈ ഫോൺ അസംബിൾ ചെയ്യുന്നത് മാത്രമാണ് ഈ ചൈനീസ് ബ്രാൻഡിന്റെ ഒക്കെ ഫോൺ എന്ന് പറയുന്നത് അസംബിൾ ചെയ്യുന്നത് മാത്രമാണ് ഇന്ത്യയിൽ വരുന്നത്. അതുകൊണ്ടാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാനും ആദ്യം ഇതൊക്കെ ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോഴാണ് അസംബിൾ ചെയ്യുന്നത് മാത്രം ഇന്ത്യയിൽ, പിന്നെ ബാക്കി എല്ലാ പാർട്സ് എല്ലാം ചൈന, അമേരിക്ക, ഫിലിപ്പീൻസ് അങ്ങനെയൊക്കെ കുറെ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ അപ്പോ അടുത്ത രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് അസ്യൂസിന്റെ ഒക്കെ ഇപ്പോ പറയുന്നതാണെങ്കിൽ പ്രൊഫഷണൽ ലെവൽ പ്ലെയേഴ്സിനൊക്കെ ഉള്ള ഫോണുകളിൽ നല്ലതുണ്ട്. നല്ല ഫസ്റ്റ് ഈ ഒരു കഴിഞ്ഞ വർഷം വരെ ഫസ്റ്റ് നിന്നിരുന്ന ഒരു ഫോണാണ് അസ്യൂസിന്റെ പ്രോ. ഇപ്പൊ അടുത്ത ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നു പ്രൊഫഷണൽ പ്ലെയേഴ്സിനൊക്കെ ആയിട്ടുള്ളത്. അപ്പോ ഇപ്പൊ 10,000 റേഞ്ചിലാണ് വരുന്നത് Asus ZenFone Max M2. Asus ZenFone Max M2 നെ പറ്റി എനിക്ക് പറയാനുള്ളത്, അത് ഒരു നല്ലൊരു ഫോണാണ്. 3GB വേരിയന്റ് ഉണ്ട്, 4GB വേരിയന്റ് ഉണ്ട്, പിന്നെ 32GB, 64GB. പിന്നെ അതിന്റെ ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൂടി വരുന്നതാണ്. മോട്ടോയില് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ഈ അസ്യൂസില് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ യൂസറിന് ഉപയോഗിക്കാം. പിന്നെ എന്ന് പറയുന്നത് മിഡിൽ ലെവൽ പ്ലെയേഴ്സ്, അതായത് രണ്ടാമത്തെ ഇതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് അവരെ പറ്റിയാണ് ഈ ഫോണിന് ആവശ്യമുള്ളത്. ഈ Asus ZenFone Max M2 ഇവർക്ക് രണ്ട് സെഗ്മെന്റിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് Asus ZenFone Max Pro M1. Asus ZenFone Max Pro M1 എന്ന് പറയുമ്പോൾ ശകലം ഓൾഡ് മോഡലാണ്, പക്ഷെ ഒരുവിധമൊക്കെ കൊള്ളാം. ഫോൺ ഉപയോഗിക്കാനൊക്കെ നല്ല സ്മൂത്ത് ഒക്കെയാണ്. HD ഡിസ്പ്ലേ, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഫോണിലും HD ഡിസ്പ്ലേ, HD പ്ലസ് ഉണ്ട്, HD ഡിസ്പ്ലേ ഉണ്ട്. എന്തായാലും ഞാൻ നോർമൽ ഡിസ്പ്ലേ ഉള്ള LCD സ്ക്രീൻ അതൊന്നും സെലക്ട് ചെയ്തതല്ല. എല്ലാം ഏകദേശമൊക്കെ ഞാൻ ഗൂഗിളിൽ കയറിയൊക്കെ സെർച്ച് ചെയ്ത് ഫ്ലിപ്കാർട്ടിലെല്ലാം നോക്കി ഇപ്പോഴത്തെ നിലവിൽ സ്റ്റോക്ക് ഉള്ള റേഞ്ചിനൊക്കെ അടുത്താണ് ഞാൻ പറയുന്നത്. സ്റ്റോക്ക് ഇല്ലാത്ത റേഞ്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നതല്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് ZenFone Max M1, Asus ZenFone Max M1 Pro അല്ല, വെറും M1. അപ്പോൾ അത് നമുക്ക് 6,500 റേഞ്ചിന് 6,500 റേഞ്ചിനൊക്കെ വരുന്നുണ്ട്. അത് ഒരുവിധം അത് മീഡിയം ലെവൽ പ്ലെയേഴ്സിനുള്ളതല്ല, പക്ഷേ നോർമൽ യൂസേഴ്സിന് മാത്രമുള്ള ഫോണാണ് Asus ZenFone Max M1. അപ്പോൾ ആ M1 എന്ന ഫോണിന് ആവശ്യത്തിനൊക്കെ കൊള്ളുന്ന ഫോണാണ്. ക്യാമറ ക്ലാരിറ്റിയൊക്കെ നല്ലൊരു മിതമായ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണാണ്. പിന്നെന്ന് പറയുന്നത് സാംസങ് M10. ഇപ്പോൾ ഈ ഇടക്കാലത്ത് മോൺസ്റ്റർ എന്നും പറഞ്ഞൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. M10, അതായത് മോൺസ്റ്റർ 10, മോൺസ്റ്റർ 20 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഷോർട്ട് നെയിമാണ് M10. M10 എന്ന് പറയുമ്പോൾ സാംസങ്ങിന്റെ ഈ ചൈനയുടെ പ്രശ്നം വരുന്ന ആ രീതിയിൽ നോക്കുമ്പോൾ സാംസങ് എടുക്കരുതെന്ന് പറയാൻ പറ്റൂല, എടുക്കണം. കാരണം
കൂടുതലും ഇന്ത്യ പ്രോഡക്ട്സിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇന്ത്യയുടെ മാർക്കറ്റ് റേഞ്ച് നമ്മൾ വികസിപ്പിക്കണം. ഇനിയിപ്പോ അടുത്ത് കാർബണിന്റെയും മൈക്രോമാക്സ് ഒക്കെ കമ്പനി തിരിച്ചു വരുന്നൊക്കെ ന്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഡെവലപ്പർക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അഥവാ അങ്ങനെയുള്ള ഫോണുകൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ M10 കാര്യമില്ല. M10 എന്ന് പറയുന്നത് ഒരു നോർമൽ ലെവൽ യൂസേഴ്സിനെ കൊള്ളാന്നുള്ള ഫോണാണ്. അത് പക്ഷേ സാംസങ്ങിന്റെ പക്ഷെ കമ്പനി അഷ്യൂർഡ് ആണ്. സാംസങ്ങിന്റെ ആ ഒരു എന്ന് പറയുന്നത് സാംസങ് ഒരു ലോക പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് സാംസങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അസ്യൂസ് മോട്ടോ അതൊക്കെ അസ്യൂസ് സത്യം പറഞ്ഞാൽ ഒരു PC ലെവലിലാണ്, ലാപ്ടോപ്പ് റേഞ്ചിനൊക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സാംസങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോണ് കൊള്ളാമെന്നല്ല, ഫോണ് കൊള്ളാം, നോർമൽ യൂസേഴ്സിനൊക്കെ ഉറപ്പാണ് എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാംസങ് A10 സാംസങ് A10 കൊള്ളാൻ ഫോണാണ്. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം ലെവൽ ബഡ്ജറ്റ് റേഞ്ചിനൊക്കെ വരുമ്പോൾ ആ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു യൂസ് ചെയ്യാനുള്ള ഫോണാണ്. പിന്നെന്ന് പറയുന്നത് നോക്കിയ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ഇങ്ങനെ പുച്ഛിക്കും. പക്ഷേ അവര് കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോണൊക്കെ ഇറക്കിയിട്ട് അങ്ങ് പോവാറുണ്ട്. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. കമ്പനി അങ്ങ് ലാസ്റ്റ് ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇറക്കും, പിന്നെ വീണ്ടും ഒരു കമ്പനി നിർത്തും എന്നും പറഞ്ഞ് പാർട്സുകളൊന്നും ഇപ്പൊ ഫോൺ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പാർട്സ് കിട്ടുന്നില്ല എന്നല്ല, കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫോണുകൾ ഇപ്പോ സെയിലിന് നല്ല ഫോൺ, ഇപ്പൊ സെയിലിനുള്ള ഫോണുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നോക്കിയയിൽ ഒരെണ്ണം ഞാൻ സെയിലിനുള്ളതല്ല എടുത്തിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഫ്ലാഷ് സെയിലിന് വരാറുണ്ട്. അപ്പൊ ഈ നോക്കിയയിൽ വരുന്നതെന്ന് പറയുന്നത് നോക്കിയ 2.3. അപ്പോ നോക്കിയ 2.3 എന്ന് പറയുമ്പോൾ ഫോണ് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഫോണാണ്. ക്യാമറയൊക്കെ നല്ലൊരു റേഞ്ചിലുള്ള ഫോണാണ്. പിന്നെ അതിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയ നമുക്ക് പ്രിഫർ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. കാരണം മീഡിയം ലെവൽ പ്ലെയേഴ്സിനും നോർമൽ യൂസേഴ്സിനും ഒക്കെ നല്ലൊരു ചോയ്സാണ്. പിന്നെ പറയുന്നത് നോക്കിയ 2.2 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മിഡിൽ ലെവൽ പ്ലെയറിനോ യൂസറിനോ അല്ല, നോർമൽ യൂസേഴ്സ്. അതായത് ഫേസ്ബുക്ക് ഞാൻ ഈ നോർമൽ യൂസേഴ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതല്ല, അത് ഞാൻ പറയുന്നുണ്ട്. ഈ നോർമൽ യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദിവസം ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടിക്ടോക്ക് പറയുന്നത് ചൈനീസ് ഇതാണ്ട് നിരോധിച്ചിട്ടുണ്ട്. ടിക്ടോക്ക് പറയുന്നില്ല. അപ്പം വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയ ആപ്സ്, പിന്നെ 1-2 ചെറിയ ഗെയിംസ്, എഫിഷ്യൻസി ഉള്ള ഗെയിംസ് ഒന്നുമല്ല, നോർമൽ ഗെയിംസ്, കാൻഡി ക്രഷ്, ടോക്കിംഗ് ടോം, ഇതൊക്കെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഫോൺ നല്ല ഫോണാണ്. 2.2, 2.3 കൊള്ളാം, 2.2 കൊള്ളാം. പക്ഷെ 2.2 ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് നോർമൽ യൂസേഴ്സിനാണെങ്കിൽ അത് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരെടുക്കരുത്, ദയവ് ചെയ്തെടുക്കരുത്. പിന്നെന്ന് പറയുന്നത് ഇൻഫിനിക്സ്. എല്ലാരും ഈ ഇൻഫിനിക്സ് എന്ന് കേൾക്കുമ്പോൾ ചൈനയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇൻഫിനിക്സ് ചൈനയെ എന്ന് പറയാൻ പറ്റില്ല. ഇൻഫിനിക്സ്, ടെക്നോ, ഈ 2 ഫോൺ ചൈനയാണെന്ന് പറയാനില്ല. കാരണം ഈ 2 ഫോണിന്റെ ഓണർ വന്നിട്ട് ആരറിയുന്നു? ഹോങ്കോങ്ങിലെ ഒരാളാണ് ഈ ഇൻഫിനിക്സിന്റെയും ടെക്നോയുടെയും ഓണർ. ഇൻഫിനിക്സിന്റെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടാണെങ്കിലും പറയാം, അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്. ടെക്നോ ഇൻഫിനിക്സിന്റെ സബ് ബ്രാൻഡ് ആണെന്ന്. അപ്പോ
ഇൻഫിനിക്സ് ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ്. അതായത് ഇൻഫിനിക്സിനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളുടെ രാജാവ്. അതായത് ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് ലോ കോസ്റ്റ് റേഞ്ചിൽ പോലും നല്ല സ്പെസിഫിക്കേഷനോടി ഇറക്കുന്ന ഫോണുകളാണ് ഇൻഫിനിക്സും ടെക്നോയും. ടെക്നോ അങ്ങനെ അധികം ഞാൻ പറയുന്നില്ല. ഇൻഫിനിക്സ് സൂപ്പർ സെലക്ഷനാണ്. പിന്നെ ഇൻഫിനിക്സിൽ വരുമ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് സീരീസ്, അതായത് ഹോട്ട് 8 ഉണ്ട്, ഹോട്ട് 8 പ്രോ ഉണ്ട്, ഹോട്ട് 9 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ബെസ്റ്റ് സീരീസ് ആണ്. ഞാൻ ഇതൊക്കെ പ്രിഫർ ചെയ്യുന്നു, കാരണം ഞാൻ ഉറപ്പ് തരുന്നു കാരബീനാണ്, ചൈന അല്ല. പക്ഷെ ഈ ചൈന ഇവരെയൊക്കെ ഈ ഹോങ്കോങ് രാഷ്ട്രത്തെ ചൈനയോട് ബന്ധിപ്പിക്കണമെന്നുണ്ട്. അതിനായുള്ള നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് നടക്കില്ല. പിന്നെ ഹോങ്കോങ് ബേസ്ഡ് കമ്പനികളായിട്ട് ചിലവർ അറിയാഞ്ഞിട്ടും എടുക്കുന്നില്ല. അതാണ് കാരണം. അറിയാഞ്ഞിട്ടും എടുക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത്, അഥവാ ഈ ഹോങ്കോങ് ചൈനയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ കഴിയില്ല, അങ്ങനെ ബന്ധപ്പെടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നം വന്ന് ബന്ധപ്പെട്ടാൽ അപ്പോൾ നമുക്ക് ഇപ്പൊ ചൈനയായിട്ടുള്ള പ്രശ്നം പോലെ ഹോങ്കോങ്ങുമായിട്ട് വരും. ഓക്കെ, ഇപ്പോ ഇൻഫിനിക്സിന്റെ ഹോട്ട് സീരീസും കൊള്ളാം. ഞാൻ അൻഷുർ തരുന്നു, അത് നല്ല ഫോൺ തന്നെയാണ്, നമുക്ക് ഉപയോഗിക്കുന്ന നല്ല റേഞ്ചിലുള്ള ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് സീരീസ്. പിന്നെ ഇൻഫിനിക്സിന്റെ എസ് സീരീസ് എന്ന് പറയുമ്പോൾ S5 Pro, അത് 10 രൂപ റേഞ്ചിന് മുകളിലാണ്. അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നില്ല. അത് 15-12 രൂപ റേഞ്ച് എന്നാണ്. പിന്നെ എസ് സീരീസ്, S4 ഉണ്ട്. S4 ഒക്കെ നല്ല ഫോണാണ്, നല്ല ബഡ്ജറ്റ് സീരീസിലുള്ള നല്ല പ്രൊസസ്സറും കാര്യങ്ങളും എല്ലാം വരുന്ന പാവങ്ങളുടെ രാജാവ് എന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഇൻഫിനിക്സിനെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ഇൻഫിനിക്സ് നല്ലൊരു ഫോണ് തന്നെയാണെന്ന്. പിന്നെന്ന് പറയുന്നത് ടെക്നോ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ആലോചിക്കും, ഇത് ഏതാ ഈ ബ്രാൻഡ്? അങ്ങനെ അധികം ആൾക്കാരൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ഫോൺ തന്നെയാണ് ടെക്നോയിൽ വരുന്നത്. നമുക്കിപ്പോ പറയാനുള്ളത് ടെക്നോ സ്മാർട്ട് പവർ സീരീസ്. അപ്പോ ഈ ടെക്നോ സ്മാർട്ട് പവർ സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ഫോൺ ടെക്നോ സ്മാർട്ട് പവർ എന്ന് പറഞ്ഞൊരു ഫോൺ. അതാണ് ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞത് 6000 mAh ഫോൺ. അത് 11 റേഞ്ച് ആണെന്ന് തോന്നുന്നു, 2000 റേഞ്ച് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഫോൺ കൊള്ളാം, നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ ടെക്നോയുടെ ക്യാമോൺ സീരീസ്, നല്ലൊരു ഫോൺ തന്നെയാണ്. അതില് ഏകദേശം 2-3 ഫോണുകൾ ബെസ്റ്റ് റേഞ്ച് ഫോണുകളാണ്. പിന്നെന്ന് പറയുന്നത് മോട്ടോയിൽ വേറെ 2 ഫോണുകളുണ്ട്. മോട്ടോ E6s എന്ന് പറയുമ്പം നല്ല ഫോൺ തന്നെയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇറങ്ങിയത്. ആ ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോ മോട്ടോയില് വൺ മാക്രോ എന്ന് പറയുമ്പോ മാക്രോ ഷോട്ട് എന്ന് ഉദ്ദേശിക്കരുത്. ക്യാമറ നല്ല ഡീസന്റ് ക്യാമറ തന്നെയാണ്, നല്ല ക്ലാരിറ്റി, നല്ല ഒറിജിനാലിറ്റി. സെൽഫിയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഓപ്പോയും വിവോയൊക്കെ സത്യം പറഞ്ഞാൽ ഈ സെൽഫിക്കൊക്കെ കാണണം. മുഖമൊക്കെ വെള്ളയായിട്ട്, അത് മേക്കപ്പ് ഇടാത്തവര് പോലും സെൽഫി എടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടതുപോലെ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് മിക്കവരും ആ ഫോണുകൾ എടുക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോട്ടോ നല്ലൊരു ഫോൺ തന്നെയാണ്. വൺ മാക്രോ എന്ന് പറയുമ്പോൾ മാക്രോ ഷോട്ടും കൊള്ളാം, നല്ലൊരു പ്രൈസ് റേഞ്ച് ഒക്കെയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫോണുകൾ അത്രയും ആലോചിക്കുക 10,000 റേഞ്ചിനകത്താണ്. 10,000 റേഞ്ചിൽ ഇപ്പോഴും നിലവിൽ സെയിൽ നടക്കുന്ന ഫോണുകളാണ്. പിന്നെ എന്ന് പറയുന്നത് E6sന്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 2 കൊല്ലം മുമ്പ് ലോഞ്ച് ചെയ്ത ഫോൺ, 1.5 കൊല്ലം മുമ്പ് ലോഞ്ച് ചെയ്ത ഫോണുകളാണ്. അപ്പോ
അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ 15, അതായത് 15,000 റേഞ്ച്, 15,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്നതാണ്. അത് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം.